ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ല. കാരണം ഇതിൻ്റെ മുമ്പ് തന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു ഇരയാണ്. ആ ഇരയായിട്ട് ഞാൻ പരാതിയും കോടതി നിയമവുമായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഞാൻ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. ആ ധൈര്യം എനിക്കുണ്ട്. ഷാഫി പറമ്പിലിന് കൊടുത്തിരുന്ന പരാതികളിൽ ഈ സെക്ഷൽ ഹാരാസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത്തരം പരാതികളും ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയായിരുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെക്കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട്. അതായത് ഞാൻ ഡോക്ടർ MK മുനീറിന്റെ ഒലിവ് പബ്ലിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. 3 വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നെയും ആ മഹാനായ മനുഷ്യനെ, എൻ്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കരുതുന്ന ആ മനുഷ്യനെയും മോശമായി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കമുള്ള ആ പരാതി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന് മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി സാറിന് കൊടുത്തിട്ടുണ്ട്. സാർ അന്ന് 1 മാസം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സുധാകരൻ സാറിന് കൊടുത്തിട്ടുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കന്റോൺമെന്റ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു പരാതി കൊടുക്കാൻ. ഒറ്റയ്ക്ക് ഈ പരാതി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അതിന് ഇന്ന് വരെ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുകയാണ് ചെയ്തത്. ഈ രജിത് രവീന്ദ്രൻ ഇന്നും എല്ലാവരുടെയും വലിയ നേതാവായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും പരാതി നൽകുന്ന ഒരു സ്ത്രീ കോൺഗ്രസ് എല്ലായിടത്തും അങ്ങനെ തന്നെ, ഏത് മേഖലയിലും അങ്ങനെ തന്നെ, സിനിമയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാഹിത്യമാവട്ടെ, അത് ഏത് രാഷ്ട്രീയമായാലും അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ എവിടെയാണ് നീതി ലഭിക്കുന്നത്? എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് മാത്രമല്ല, ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബാക്കി സ്ത്രീകളെ നിങ്ങൾ അന്വേഷിക്കൂ. എത്ര സ്ത്രീകൾ പറയാതിരിക്കുന്നുണ്ട്? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സ്വന്തം എന്താ പറയുക, ഇവരുടെ ഒന്നും തറവാട് സ്വത്തല്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പോഴും അവരൊന്നും ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നവരാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന്? ഒരിക്കലുമില്ല. പെരുമാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത്. ധൈര്യത്തോടെ പെൺകുട്ടികൾ പുറത്തേക്ക് വരണം. അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊക്കെ പ്രതികരിക്കുന്ന കണ്ട ആർക്കെങ്കിലും പ്രതികരിക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് കൊടുത്ത ഈ പരാതിയിൽ എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഞാൻ പ്രതിപക്ഷ നേതാവിന് കൊടുത്ത പരാതിയിൽ എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതിയിലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതെനിക്ക് ഒരുപാട് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ നിന്നിട്ടും VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശക്തമായിട്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രശ്നത്തിലും ഇവരൊക്കെ ആദ്യം മുതലേ തള്ളി പറയുന്നുണ്ട്, പക്ഷെ ഒരു കൃത്യമായ അഭിപ്രായം അപ്പോഴും പറഞ്ഞില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുവരെ തള്ളിയും കൊണ്ടും പറഞ്ഞിട്ടില്ല എന്ന്. ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല മറ്റാളുകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം മൗനാനുവാദം നൽകുകയായിരുന്നു ഷാഫി പറമ്പിൽ? ഒരു പുരുഷാധിപത്യം കോൺഗ്രസ് എന്ന് എല്ലായിടത്തും ഉണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന, ഞാൻ പരിചയിച്ച ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, ഞാൻ ഒരു എഴുത്തുകാരൻ VR സുധീഷ് എന്ന ആളുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. ഞാൻ കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ വേട്ടക്കാരനായിട്ടുള്ള VR സുധീഷിൻ്റെ കേസ് വാദിച്ചത് DCC സെക്രട്ടറി ആയിട്ടുള്ള രാജേഷാണ്. ഇന്ന് അദ്ദേഹം DCCയുടെ ട്രഷററാണ്. അത് ഒരു ഇര എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ DCC പ്രസിഡന്റ് പ്രവീൺ ഒരു പരിപാടിക്ക് ഗംഭീര ചടങ്ങിൽ കൊണ്ടുവന്നിരുന്നു. അന്നും ഞാൻ പ്രതികരിച്ചിരുന്നു. കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, മറ്റുള്ള ആളുകളൊക്കെ എനിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഞാൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു വേട്ടക്കാരനെ ആഘോഷിക്കപ്പെടുമ്പോൾ അത് ആരതായാലും ഞാൻ പ്രതികരിക്കാറുണ്ട്. അതിനുശേഷവും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമുള്ള കാര്യമാണ്. ഇതിലിപ്പം നേരത്തെ പറഞ്ഞു, രാഹുലിന്റെ വിഷയം പറഞ്ഞു. ഈ രാഹുലിന്റെ വിഷയം പറഞ്ഞതിൽ കോൺവെർസേഷൻ അവിടെ നിന്നോ അതല്ല അത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ തുടർന്നിട്ടുണ്ടായിരുന്നോ? നേരിട്ട് എപ്പോഴെങ്കിലും കണ്ട സമയത്ത് രാഹുലുമായി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഞാൻ അങ്ങനെ രാഹുലിനെ നേരിട്ട് ഒരൊറ്റ പരിപാടിക്ക് ബേപ്പൂര് വെച്ചിട്ട് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം കണ്ടിട്ടുള്ളൂ. അല്ലാതെ പിന്നീടുള്ള സമയങ്ങളിലൊന്നും എനിക്ക് മോശമായ അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് അറിയാവുന്ന നേരിട്ട് ഇക്കാര്യം, അതായത് ഈ രാഹുലിൽ നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ
കോൺഗ്രസ് പ്രവർത്തകരോ വനിതാ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിലുള്ള സ്ത്രീകളോട് തന്നെ അവൻ പലതരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഞാൻ എൻ്റെ ഷാഫി പറമ്പിലുള്ള സമയത്തുള്ള വനിതാ നേതാക്കന്മാരോട്, അതായത് അവൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതേ ഭാഗമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ട് ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് വ്യക്തമായിട്ട് അറിയാം. ഒരുപാട് വനിതകൾ ഇപ്പോഴും ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ഒരുപാട് വനിതകൾ ഇപ്പോഴും തീർച്ചയായിട്ടും രാഹുലിനെ ന്യായീകരിച്ച് ഇപ്പോഴും പോസ്റ്റുകൾ ഇടുന്നു, അവർക്ക് വേണ്ടി അഡ്വാൻറ്റായിട്ട് രംഗത്ത് വരുന്നു. സിനിമാ നടികൾ പോലും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, അവരോട് കൂടുതൽ ഇടപഴകി താൻ ഇത്തരക്കാരനല്ല എന്ന് തെളിയിക്കാനൊക്കെ ശ്രമിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ എങ്ങനെ കാണുന്നു? ഞാൻ അത്തരം കാര്യങ്ങളെ ഒട്ടും എന്താ പറയുക വലിയ ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ആളുകൾക്കൊപ്പമാണ്. കാരണം ഇതിൽ പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പം എന്നെപ്പോലെ പുറത്ത് പറഞ്ഞു വരാൻ പറ്റാത്ത, ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കം ഒരു പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ക്രൂരമായി ആക്രമിക്കുന്നതെന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റാത്ത നിശബ്ദമായ കരച്ചിലുകൾ ഒരുപാട് നമ്മുടെ പിന്നിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർക്ക് മുന്നോട്ട് വരാനും അവർക്കൊരു സമാധാനമെങ്കിലും ആവാനും ആണ് ശ്രമം എന്ന്. താങ്കളുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു എഴുത്തുകാരി അല്ലേ, അവർ ഈ രാഹുലിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം തുറന്നു പറഞ്ഞ ഒരാൾ അവർ കൂടിയായിരുന്നു, അവരോട് മെസ്സേജ് പോയ കാര്യങ്ങളൊക്കെ. ഒരു MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ യാത്ര ചെയ്യാൻ സഖാവായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിനോട് സംസാരിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ആ ചാറ്റ് പോലും, ഞാൻ ഇത്രയും സ്ത്രീകളോട്, ഞാൻ ഈ സഖാവായ ഈ സ്ത്രീയോട് പോലും സംസാരിക്കുന്നു, അവരെൻ്റെ ചാറ്റിങ്ങിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് കേമത്തം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഹണി ഭാസ്കരൻ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ശ്രീലങ്കയിൽ യാത്ര പോകാൻ ഒരു MLA ആയ ഒരു വ്യക്തിക്ക് ഹണി ഭാസ്കരനോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഒരു സ്ത്രീ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു, അവർ മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നു, പിന്നെ നിയമം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഈ വെട്ടുക്കിളി കൂട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ത്രീകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഐഡന്റിറ്റി പോലും വ്യക്തമാക്കുന്ന രീതിയിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായില്ലേ? അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചാനലുകാരെന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് റേറ്റിംഗ് കൂടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും അവരെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ? ഒരുപാട് ആളുകളില്ലേ ഇതിൻ്റെ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ? ആ ഒരു നന്ദി നിങ്ങൾ പോലും, ചാനലുകാർ പോലും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വിഭാഗത്തിലുള്ള ആളുകളോട് കാണിച്ചിട്ടില്ല. പിന്നെ ഈ സമൂഹം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ സമൂഹം ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ആ സ്ത്രീയെ ഏറ്റവും മോശമായ സ്ത്രീയായിട്ട് അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ പ്രചരണത്തിന് പോയിട്ടാണ് വരുന്നത്. ബേപ്പൂര് ഞാൻ സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയാണ്. ബേപ്പൂര് ശ്രീ മുരളി എന്ന് പറയുന്ന സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയുണ്ട്. പാളയത്ത് അൻവറ തെക്കോത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ ഭാരവാഹിയുണ്ട്. ശ്രീജ സുരേഷ് എന്ന് പറയുന്ന കാരപ്പറമ്പ് ഈസ്റ്റിൽ ഭാരവാഹിയുണ്ട്. ഇന്ന് രാവിലെ മുഴുവൻ സംസ്കാര സാഹിതിയുടെ ഞങ്ങളടങ്ങുന്ന എല്ലാവരും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത്രയും നേരം എടുത്തിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതിന് പറയുന്നത്. കാരണം കോൺഗ്രസിൽ ഇനിയും സ്ത്രീകൾക്ക് വന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. എനിക്കെപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആക്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടിയെ കളങ്കപ്പെടുത്തിയത് ഇവിടെ പരാതിപ്പെടുന്ന സ്ത്രീകളല്ല, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അർഹമല്ലാത്ത രീതിയിൽ MLA ആക്കിയിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയിട്ടും എല്ലാവിധ പദവികളും നൽകി കൊണ്ട് നടന്നിട്ട് ഒരു പരാതിയും പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു പരാതിയും വന്ന് ഒന്ന് അടങ്ങിയ പോലും അദ്ദേഹം എന്താ ചെയ്തത്? സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഈ ഇരകളായ സ്ത്രീകളെ കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്തത്? അതിനുള്ള പ്രതികരണമല്ലേ ഇപ്പോൾ ശക്തമായിട്ട് സ്ത്രീകളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഈ നടക്കുന്ന സംഭവ വികാസങ്ങളും ഈ പരാതികളും അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പരിപാടികളൊക്കെ ഷാഫിക്കും അറിവുണ്ട്, ഷാഫിയുടെ അറിവോട് കൂടിയിട്ടാണ്. ഷാഫിയുടെ അറിവ് കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ്, ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീ ഷാഫി പറമ്പിൽ പറയട്ടെ, ഞാൻ ആ തെളിവ് കാണിക്കാം. അല്ലൊരു ക്രിമിനൽ കുറ്റം കൂടിയല്ലേ അങ്ങനെയാണെങ്കിൽ? കാരണം സംഘടനയ്ക്കുള്ളിൽപ്പെട്ട പരാതിയാണെങ്കിൽ പോലും അല്ല, നമ്മുടെ
പരാതികൾക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല. അതിനേക്കാൾ അദ്ദേഹം ചിലപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിച്ച് കണ്ടേക്കാം. പക്ഷെ ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ശ്രീ ഷാഫി പറമ്പിലിനോ ഒരു കളങ്കമേൽക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മെസ്സേജിലൂടെ അല്ലാണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഷാഫിനോട്? ഇല്ല, മെസ്സേജിലൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല 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 ഞാൻ മുതിർന്ന നേതാക്കളും ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ MLA ആണ്. അന്നുമായിരുന്നു ഇപ്പോഴുമായിരുന്നു. അപ്പം ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ടുള്ളതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളതും. അതിലൊന്നും ഒരു തർക്കവുമില്ല എന്ന് ഞാനടക്കമുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. പിന്നെ അവർ പ്രതികരിക്കുമായിരിക്കും, അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്.